നമസ്തേ. ലോകത്തിൽ ഒരു മതത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങളിലെ ശാസ്ത്രീയത പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ തയ്യാറായിട്ടില്ല. എന്നാൽ ഹൈന്ദവരുടെ ക്ഷേത്രാചാരങ്ങളുടെ പ്രസക്തി പരിശോധിക്കുവാൻ ശാസ്ത്രലോകം തയ്യാറായി. 1994 അമേരിക്കയിൽ വെച്ച മഹത്തായ ഒരു യാഗം നടത്തി. $6.5 കോടി ചെലവ് ചെയ്താണ് അത് നടത്തിയത്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഏകദേശം 1000-ഓളം ബ്രാഹ്മണരെ പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അവിടേക്ക് കൊണ്ടുപോയി. അത്യാധുനികങ്ങളായ ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ യാഗത്തെ വീക്ഷിച്ചപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു അത്രേ. പൂജിക്കുന്ന സമയത്ത് വിഗ്രഹങ്ങളിൽ ഇലക്ട്രോമാഗ്നറ്റിക് ആറ്റോമിക് പവർ സംഭരിക്കപ്പെടുന്നു എന്ന് അവർ കണ്ടെത്തി. തുടർന്ന് ഓരോ വിഗ്രഹത്തിലും സംഭരിക്കപ്പെടുന്ന ഊർജത്തിന്റെ അളവും അവർ പരീക്ഷിച്ചു. സർപ്പക്കാവിലുള്ള സർപ്പരാജ്ഞി വിഗ്രഹത്തിലാണ് അത്രേ ഏറ്റവും കൂടുതൽ ഊർജം സംഭരിക്കപ്പെടുന്നത്. ശ്രീഗണപതി വിഗ്രഹം, ശിവലിംഗം എന്നിവയിലും സംഭരിക്കപ്പെടുന്ന ഊർജത്തിന്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണങ്ങൾക്ക് വഴി തെളിച്ചു. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നശിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വീണ്ടും ചൈതന്യവത്തായി മാറി. ഇപ്പോഴും പലയിടത്തും പുനരുദ്ധാരണ കർമ്മങ്ങൾ നടന്നു വരികയാണ്. ക്ഷേത്രം അന്ധവിശ്വാസവും അനാചാരവുമാണ് എന്ന് വാദിച്ചിരുന്ന പുരോഗമനവാദികൾക്ക് അത് കനത്ത പ്രഹരമാകുകയായിരുന്നു. ക്ഷേത്രങ്ങളിൽ അനാചാരങ്ങളും ധൂർത്തും നടക്കുന്നു എന്നതായി പിന്നത്തെ വാദം. തെളിവിനായി ദേവസ്വം ബോർഡിന്റെ ചില അനാസ്ഥകളും ചൂണ്ടിക്കാണിക്കുകയാണ്. വിഗ്രഹത്തിലൂടെയുള്ള ആരാധനയെ നിഷേധിക്കുന്ന മതങ്ങൾക്ക് അസഹിഷ്ണുത വളരാൻ പിന്നീട് തുടങ്ങി. വിഗ്രഹത്തെയല്ല ഹൈന്ദവർ പൂജിക്കുന്നത്, വിഗ്രഹത്തിലേക്ക് ആവാഹിക്കപ്പെട്ട ഈശ്വര ചൈതന്യത്തെയാണ് എന്ന സത്യം ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇന്നും ഹിന്ദുക്കൾ വിഗ്രഹത്തെ പൂജിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടക്കുന്നു. നമ്മൾ ബൾബ് ഉപയോഗിക്കുന്നതിനല്ല, മറിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്ന അളവിനാണ് പണമടയ്ക്കുന്നത് എന്ന് സൗകര്യപൂർവ്വം മറക്കുന്നു. ഏതും മാധ്യമത്തിലൂടെ മാത്രമേ ചെയ്യാനും അനുഭവിക്കാനും കഴിയൂ എന്ന സത്യം ആരും ഓർക്കുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എന്നാൽ ശരീരം അതിലെ പോഷകത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഭക്ഷണം എന്ന മാധ്യമത്തിലൂടെയാണ് ശരീരത്തിന് ആവശ്യമായ പോഷകം നമ്മൾ കൊടുക്കുന്നത് എന്നോർക്കണം. അങ്ങനെ നോക്കുമ്പോൾ അരൂപവും അദൃശ്യവുമായ ഒന്നിനെ സ്വീകരിക്കാനും അനുഭവിക്കാനും മാധ്യമത്തിലൂടെ മാത്രമേ കഴിയൂ. അതിനാലാണ് വിഗ്രഹത്തിലൂടെയുള്ള ഉപാസനയ്ക്ക് ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ടാകുന്നത്. മാത്രമല്ല, ആധ്യാത്മികമായി വേദാന്ത ദർശനത്തിലേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട പടവുകളാണ് ക്ഷേത്രങ്ങൾ എന്ന് മറക്കാതിരിക്കുക.